ഡിഗ്രി കഴിഞ്ഞ് ഇനി എന്ത് എന്ന ചോദ്യവുമായി നിൽക്കുന്ന സമയം. എഴുതിയതിൻ്റെ പകുതിയും സപ്ലിയുണ്ട്. അതൊക്കെ ഏത് കാലത്ത് പാസ്സാവാനാണ്? പ്ലസ് ടു യോഗ്യത മാത്രം മതിയാവുന്ന ഏതെങ്കിലും ജോലി കണ്ടെത്തി കയറിയാലോ എന്നൊക്കെ കുറേ ആലോചിച്ചു. ഒടുവിൽ അതാണ് നല്ലതെന്ന തീരുമാനത്തിൽ എത്തുകയും ചെയ്തു. ഞാനും കൂട്ടുകാരനായ സംഗീതും കൂടി ഒട്ടുമിക്ക ജോബ് കൺസൾട്ടൻസി സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി ജോലിക്കായി തെരച്ചിലാരംഭിച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഞങ്ങൾക്ക് രണ്ടിനും ഒരൊറ്റ ഓഫർ പോലും ഒരിടത്തു നിന്നും വന്നില്ല. അലച്ചിൽ കുറേയായപ്പോൾ ഞങ്ങൾക്ക് മടുത്തു തുടങ്ങി. നാട്ടിലും വീട്ടിലുമൊക്കെ പുല്ലുവിലയാണ്. ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. ഒരു പരിചയവുമില്ലാത്തവർ വരെ ജോലിയൊന്നുമായില്ലേ മോനെ എന്ന് ചോദിക്കാൻ തുടങ്ങി. ആ ഇടയ്ക്കാണ് ഗൾഫിൽ നിന്നും വന്ന ഒരു നാട്ടുകാരൻ ചേട്ടൻ്റെ കല്യാണം നടക്കുന്നത്. വീട്ടിൽ നിന്നും എല്ലാവരും പോയെങ്കിലും ജോലിയൊന്നും ശരിയാവാത്തതുകൊണ്ട് ഞാൻ കല്യാണത്തിന് പോവാതെ മുറി അടച്ച് വീടിനകത്ത് തന്നെ ഇരുന്നു. ആകെ ഒരുതരം വിഷാദം ബാധിച്ച പോലെ ഞാൻ കണ്ണു തുറന്ന് മുകളിലേക്കും നോക്കി കട്ടിലിൽ കിടന്നു. അപ്പോഴാണ് പുറത്ത് കോളിംഗ് ബെൽ മുഴങ്ങിയത്. മുഷിച്ചലോടെ ഞാൻ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. നോക്കിയപ്പോൾ കുളിച്ചു കുട്ടപ്പനായി സംഗീത് നിൽക്കുന്നു. കല്യാണ വീട്ടിലേക്ക് പോയ അവൻ നാട്ടുകാരുടെ ചെവിതിന്നൽ സഹിക്കവയ്യാതെ രക്ഷപ്പെട്ടു പോന്നതായിരുന്നു. അവനും ഞാനും കൂടി വീടിൻ്റെ ടെറസിന് മുകളിലേക്ക് ചെന്ന് വീടിനോട് ചേർന്നുള്ള മൂവാണ്ടന്മാവിൻ്റെ തണലിലായി ഇരുന്നു. അവൻ്റെ മുഖത്തും ആകെ വിഷാദഭാവം നിറഞ്ഞിരുന്നു. കുറച്ചു നേരം ഞങ്ങൾ ഒന്നും സംസാരിച്ചില്ല. നാട് വിട്ടുപോയാലോ? അല്പനേരത്തിന് ശേഷം കൈകൾ രണ്ടും പുറകോട്ട് കുത്തി ചാഞ്ഞുകൊണ്ട് ആത്മഗതമെന്നോണം സംഗീത് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. നാട്ടിൽ വിലയുണ്ടാവാൻ അതേ വഴിയുള്ളൂ, അവൻ പറഞ്ഞു. അതിനും ഞാൻ മറുപടി പറഞ്ഞില്ല. എടാ, നീ ജോബിച്ചേട്ടൻ്റെ കാര്യം തന്നെ കണ്ടില്ലേ? ഗൾഫിൽ നിന്നും വന്ന് 2 ആഴ്ച കഴിയും മുമ്പേ കല്യാണം റെഡിയായി. മുമ്പ് എങ്ങനെ നടന്നിരുന്ന മനുഷ്യനാ, ഇപ്പോൾ നാട്ടുകാർക്കൊക്കെ പുള്ളിയെ വലിയ കാര്യമാണ്. സംഗീത് എന്നെ ബോധിപ്പിക്കാനെന്നോണം പറഞ്ഞു. ഗൾഫിൽ പോക്കൊന്നും നടക്കില്ലടാ, ഞാൻ വലിയ താല്പര്യം കാണിക്കാതെ പുറകോട്ട് ചാരി. ഗൾഫ് വേണ്ട, വേറെ എവിടെയെങ്കിലും നോക്കാലോ, അവൻ പറഞ്ഞു. വേറെ എവിടെ? ഞാൻ ചോദിച്ചു. അതിനവൻ മറുപടി പറഞ്ഞില്ല. എന്തോ ആലോചിച്ച് കുറേ നേരം മുകളിലേക്കും നോക്കിയിരുന്നു. ആ മൗനത്തിൻ്റെ ഇടവേളയിൽ ഒരു ബോധോദയം പോലെയാണ് എനിക്കും അത് തോന്നിയത്. അവൻ പറഞ്ഞത് ശരിയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2 മാസം ചെന്നൈയിലുള്ള മാമൻ്റെ വീട്ടിൽ പോയി നിന്ന് തിരിച്ചു വന്നപ്പോൾ എല്ലാവരും വലിയ കാര്യത്തോടെ ഓരോ വിശേഷങ്ങൾ തിരക്കി വന്നിരുന്നു. പിന്നെ പതിയെ അത് മാറി. നാട്ടിൽ നിന്നും മാറി നിൽക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. നീ പറ്റിയ വല്ലതുമുണ്ടെങ്കിൽ പറയേ, നമുക്ക് ഒന്നിച്ചു പോവാം, മിണ്ടാതെ ഇരിക്കുന്ന സംഗീതിനെ നോക്കി ഞാൻ പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് മുന്നോട്ടാഞ്ഞ് എനിക്ക് കൈ തന്നു. പിന്നെ എപ്പോഴോ ഞങ്ങളുടെ ചർച്ച മറ്റു വിഷയങ്ങളിലേക്ക് തിരിഞ്ഞു. ഉച്ചയ്ക്ക് കല്യാണ വീട്ടിലെ തിരക്കൊഴിഞ്ഞ സമയം നോക്കി ഞാനും സംഗീതും കൂടി അവിടേക്ക് പോയി ആർക്കും തല കൊടുക്കാൻ നിൽക്കാതെ ഊണ് കഴിച്ചു മടങ്ങി. 2 ദിവസം കഴിഞ്ഞ് സംഗീത് ഒരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണവും കൊണ്ട് എന്നെ കാണാനായി വന്നു. ഒരു ജോലിയൊഴിവിൻ്റെ പരസ്യമായിരുന്നു അതിലുണ്ടായിരുന്നത്. മലപ്പുറത്തുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് സെയിൽസ് സ്റ്റാഫുകളെ ആവശ്യമുണ്ടത്രേ. ഞങ്ങൾ അതിൽ കണ്ട നമ്പറിലേക്ക് വിളിച്ചു നോക്കി. പറ്റിയാൽ ഇന്ന് തന്നെ ഇൻ്റർവ്യൂവിന് വരാൻ അവർ പറഞ്ഞു. ഞങ്ങളുടെ സ്ഥലം കോട്ടയമാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കോൾ വഴി ഒരു ഇൻ്റർവ്യൂ ശരിപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് അവർ ഞങ്ങൾ 2 പേരുടെയും ഫോൺ നമ്പർ വാങ്ങി. ഏതാണ്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫോണുകളിലേക്ക് കോൾ വന്നു. അവർ ആകെ അന്വേഷിച്ചത് ആളുകളുമായി ഇടപഴകാൻ എങ്ങനെയാണ് എന്നത് മാത്രമാണ്. അല്ലാതെ ഞങ്ങളുടെ യോഗ്യതയോ എക്സ്പീരിയൻസോ ഒന്നും അവർ ചോദിച്ചില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 പേരും സെലക്റ്റായി എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് മറ്റൊരു കോൾ വന്നു. ഞങ്ങൾക്കെന്തോ സ്വർഗം കീഴടക്കിയ സന്തോഷമായിരുന്നു അത് കേട്ടപ്പോൾ തോന്നിയത്. നാളെ തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യണം. ജോലി കിട്ടിയ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ അവർക്കും വലിയ സന്തോഷമായി. അങ്ങനെ അടുത്ത ദിവസം പുലർച്ചെ ഞാനും സംഗീതും മലപ്പുറത്തേക്ക് ബസ് കയറി. വഴിയിൽ ബ്ലോക്ക് കിട്ടിയതുകൊണ്ടും മറ്റും ഞങ്ങൾ വൈകുന്നേരത്തോടടുപ്പിച്ചാണ് ഓഫീസിലെത്തിയത്. അവിടെ ചെന്ന ഉടനെ മാനേജർ ഞങ്ങളുടെ +2വിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു. ഞങ്ങളത് നൽകുകയും ചെയ്തു. അതൊന്ന് നോക്കിയ ശേഷം അയാളത് അലമാരയിൽ വെച്ച് പൂട്ടി. അതിനുശേഷമാണ് കാര്യങ്ങളുടെ കിടപ്പ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഈ ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധനങ്ങൾ വലിയ ബാഗിലാക്കി ഓരോ വീടുകളും കയറിയിറങ്ങി വിൽക്കുന്ന പരിപാടിയാണ്. ആദ്യം കേട്ടപ്പോൾ എനിക്കും സംഗീതനും പെട്ടുപോയതുപോലെയാണ് തോന്നിയത്. പിന്നെ ഒന്നുകൂടി ആലോചിച്ചപ്പോൾ ഈ ജോലിക്ക് എന്താണ് കുഴപ്പമെന്ന് തോന്നി. ആരുടെയും കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാനൊന്നുമല്ലല്ലോ പോകുന്നത്, മാന്യമായി ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനല്ലേ. അന്ന് വൈകുന്നേരം 7 മണിക്കാണ് ഓഫീസ് അടച്ചത്. മാനേജർ ഉൾപ്പെടെ 5 മെയിൽ സ്റ്റാഫുകളും 6 ഫീമെയിൽ സ്റ്റാഫുകളുമാണ് അവിടെ ആകെ ഉണ്ടായിരുന്നത്. അതിൽ മാനേജർ മാത്രമേ ഓഫീസിലുണ്ടാവൂ. ബാക്കിയുള്ളവർ എപ്പോഴും ഫീൽഡിലായിരിക്കും.
ഓഫീസ് പൂട്ടി ഇറങ്ങിയ ശേഷം ഞങ്ങൾ മാനേജർ ഉൾപ്പെടുന്ന സംഘത്തോടൊപ്പം അവർ താമസിക്കുന്ന വീട്ടിലേക്ക് തിരിച്ചു. ലേഡി സ്റ്റാഫുകൾ മറ്റൊരിടത്താണ് താമസം. അവരുടെ സൂപ്പർവൈസർ അവരെയും കൊണ്ട് ആ വീട്ടിലേക്കും പോയി. ഓഫീസിൽ നിന്നും 1/4 കിലോമീറ്റർ ദൂരമേ ഞങ്ങൾക്കായുള്ള വീട്ടിലേക്കുണ്ടായിരുന്നുള്ളൂ. ഓഫീസിൽ നിന്നും അവിടേക്കുള്ളത് ചെറിയൊരു പഞ്ചായത്ത് റോഡായിരുന്നു. അതിൻ്റെ ഇരുവശങ്ങളിലും ഒഴിഞ്ഞ് കാട് കയറി കിടക്കുന്ന പറമ്പുകളാണ്. ആകെയുള്ളത് ഓഫീസിലെത്തുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു പലചരക്ക് കട മാത്രമായിരുന്നു. നടക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ കൂടെയുള്ളവരെല്ലാം പരിചയപ്പെട്ടു. എല്ലാവരോടും സംസാരിച്ച് നടന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് വീടെത്തിയതുപോലെ ഞങ്ങൾക്ക് തോന്നി. തുരുമ്പിച്ച ഗേറ്റ് മാനേജർ താക്കോലിട്ട് തുറന്ന് അകത്തേക്ക് കടന്നു. പുറകെ മറ്റ് സ്റ്റാഫുകളും. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഞാനും സംഗീതും ആ വീടും പരിസരവും മൊത്തത്തിലൊന്ന് നിരീക്ഷിച്ചു. ഏതാണ്ട് 15-20 സെൻറ്റ് പറമ്പിന് ഒത്ത നടുവിൽ ഒരു 2 നില വീട്. പറമ്പിന് ചുറ്റും അതിരുകളെ തമ്മിൽ വേർതിരിച്ചുകൊണ്ട് അത്രയൊന്നും ഉയരമില്ലാത്ത മതിൽക്കെട്ട്. മുമ്പേതോ പണക്കാരൻ പ്രവാസി നിർമ്മിച്ചതാണെന്ന് ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നി. വീടിന് നല്ല പഴക്കമുണ്ട്. കുറഞ്ഞത് ഒരു 40 കൊല്ലം മുമ്പെങ്കിലും പണിതതായിരിക്കണം. പറമ്പിൽ കാര്യമായ വൃക്ഷങ്ങളൊന്നുമില്ല. ആകെയുള്ളത് ഗേറ്റ് കടന്ന് കയറി ചെല്ലുന്നതിൻ്റെ വലതുഭാഗത്ത് ഒരു മാവ് മാത്രമാണ്. അത് കണ്ടപ്പോൾ എനിക്ക് വീട്ടിലെ മൂവാണ്ടൻ മാവ് ഓർമ്മ വന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ആ സ്ഥലത്തിനോട് ആദ്യം തോന്നിയ അപരിചിതത്വം മെല്ലെ കുറഞ്ഞു വന്നു. ഞങ്ങൾ മാനേജറുടെ പുറകെ ചെന്ന് വീടിനകത്തേക്ക് കയറി. വീട്ടിൽ എല്ലാവർക്കും ഓരോ മുറി വീതം എടുക്കാനുള്ളത്ര സൗകര്യമുണ്ടായിരുന്നു. ഒരു സീനിയർ സ്റ്റാഫ് ഞങ്ങളെ മുകളിലെ നിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒഴിഞ്ഞു കിടക്കുന്ന 4 മുറികൾ കാണിച്ചു തന്ന് അതിൽ ഏതു വേണമെങ്കിലും ഉപയോഗിച്ചു കൊള്ളാൻ പറഞ്ഞു. അത് കേട്ടതോടെ ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾ അടുത്തടുത്തുള്ള 2 മുറികൾ തിരഞ്ഞെടുത്തു. ഞാൻ മുറിയുടെ താക്കോൽ സീനിയർ ചേട്ടൻ്റെ കയ്യിൽ നിന്നും വാങ്ങി അത് തുറന്ന് അകത്തേക്ക് കയറി. മുറിയൊക്കെ ഈ അടുത്ത് എപ്പോഴോ വൃത്തിയാക്കിയിട്ടതുപോലെ തോന്നിച്ചു. ഒരുപക്ഷെ വീടും പറമ്പും വൃത്തിയാക്കിയിടാൻ ഉടമ ജോലിക്കാരെ നിർത്തിയിരിക്കും. അല്ലാതെ മുഴുവൻ സമയവും അലച്ചിൽ കഴിഞ്ഞു വരുന്ന സ്റ്റാഫുകൾക്ക് ആർക്കും ഇതുപോലെ പരിപാലിച്ച് നിർത്താൻ കഴിയില്ല. ഞാൻ കട്ടിലിൻ്റെ താഴെയായി എൻ്റെ ബാഗ് എടുത്തു വെച്ചു. ഇവിടുത്തെ സ്ഥിതിവിവരങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ ശേഷം ഞാൻ പോയി ഒന്ന് കുളിച്ചു വന്നു. താഴത്തെ നിലയിൽ എല്ലാ മുറികളിലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. മുകളിൽ ആകെയുള്ളത് ഒരു കോമൺ ബാത്റൂം മാത്രമാണ്. മുറിയിലെത്തിയ ശേഷം ഞാൻ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി. ഈ പ്രദേശത്ത് ആകെ ഈ ഒരൊറ്റ വീട് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഒരിടത്തും ഒരു ഒച്ചയോ അനക്കമോ ഒന്നും കേൾക്കുന്നില്ല. ഭയപ്പെടുത്തുന്ന തരം നിശബ്ദത എങ്ങും പടർന്നിരുന്നു. വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാതെ ഞാൻ ഓടി രക്ഷപ്പെട്ടേനെ. പക്ഷേ ഇവിടെ ഇപ്പോൾ താഴത്തെ മുറിയിൽ നിറയെ ആളുകളുണ്ട്. തൊട്ടപ്പുറത്തെ മുറിയിൽ സംഗീതും. അതൊക്കെ എനിക്ക് ആശ്വാസം നൽകി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. ഞാൻ ചെന്ന് വാതിൽ തുറന്നു. നേരത്തെ മുറി കാണിച്ചു തന്ന സീനിയർ ചേട്ടനായിരുന്നു അത്. പുള്ളി അത്താഴം കഴിക്കാൻ താഴേക്ക് വരാൻ പറഞ്ഞു. ഞാനും സംഗീതും പുള്ളിയുടെ പുറകെ ചെന്നു. താഴെ ഹാളിൽ സാമാന്യം വലിയ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. മറ്റുള്ളവരെല്ലാം അതിന് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഞങ്ങൾ ഒഴിഞ്ഞു കിടന്നിരുന്ന കസാരയിൽ ചെന്നിരുന്ന് അവർക്കൊപ്പം കൂടി. ഭക്ഷണം പാചകം ചെയ്യുന്ന ജോലി ഓരോ ആഴ്ചയും ഓരോരുത്തരായി മാറി മാറി ചെയ്യണം. അതിനുവേണ്ട സാധനങ്ങളെല്ലാം ഓഫീസിലേക്ക് പോകും വഴിയുള്ള പലചരക്ക് കടയിൽ നിന്നും വാങ്ങിക്കും. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മാനേജർ പറഞ്ഞു, അപ്പോൾ പാചകം ചെയ്യേണ്ടി വരും. എനിക്കാണെങ്കിൽ ഒരു വക ഉണ്ടാക്കാനും അറിയില്ല. അക്കാര്യം പറഞ്ഞപ്പോൾ നാളെ മുതൽ പാചകത്തിന് കൂടിക്കോ, ഒരാഴ്ച കൊണ്ട് എല്ലാം പഠിപ്പിച്ചു തരാമെന്ന് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ ചുമ്മാ വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളിലിട്ടതുപോലെ എനിക്ക് തോന്നി. എന്തായാലും പാചകം ചെയ്യണം, അപ്പോൾ പിന്നെ എല്ലാം പഠിച്ചിരിക്കുന്നതല്ലേ നല്ലത്, ഞാൻ സ്വയം ആശ്വസിച്ചു. പിന്നെ രാത്രി പുറത്ത് വല്ല ശബ്ദവും കേട്ട ഇറങ്ങി നോക്കാനൊന്നും നിൽക്കണ്ട. ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെച്ച് തിരികെ പോകാൻ തുടങ്ങിയ ഞങ്ങളോട് മാനേജർ പറഞ്ഞു. അത് കേട്ട് ഞാനും സംഗീതും ഒന്ന് ഞെട്ടി. എന്താ? ചെറിയൊരു പകപ്പോടെ സംഗീത് ചോദിച്ചു. ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് ഇടയ്ക്കൊക്കെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ടാവാറുണ്ട്. തൻ്റെ മുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ മാനേജർ പറഞ്ഞു. ഓ, അതായിരുന്നോ? ഞങ്ങൾ ചുമ്മാ കാട് കയറി. അതും പറഞ്ഞ് ഒരു വളിച്ച ചിരിയും ചിരിച്ച് ഞാൻ സംഗീതിനൊപ്പം മുകളിലെ നിലയിലേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ 7 മണിയായപ്പോഴേക്കും ഞങ്ങളെല്ലാം കുളിച്ച് റെഡിയായി ഓഫീസിലേക്ക് ഇറങ്ങി. 2 ആഴ്ച ഞങ്ങൾക്ക് ട്രെയിനിങ് തരും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒറ്റയ്ക്ക് പോകണം. ഉച്ചഭക്ഷണം പുറത്തു നിന്നുമാണ്. അതിനുള്ള പൈസയൊന്നും തരില്ല, സാധനങ്ങൾ വിറ്റ് കിട്ടുന്നതിൽ നിന്നും എടുക്കണം. 2 ആഴ്ച പെട്ടെന്ന് കടന്നുപോയി. ഞങ്ങൾ രണ്ടുപേരും ഈ ജോലിയുമായും താമസിക്കുന്ന സ്ഥലവുമായും ഇണങ്ങിച്ചേർന്നു. ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങിയതിൽ പിന്നെ ഉച്ചഭക്ഷണം ജനകീയ ഹോട്ടലുകളിൽ നിന്നുമാക്കി. അതാകുമ്പോൾ പുറത്തുനിന്നും ഒരു നേരം കഴിക്കുന്ന പൈസ വെച്ച് 3-4 ദിവസം ഓടിക്കാം. ആ ഇടയ്ക്കാണ് പുതുതായി ഒരു പെൺകുട്ടി ജോലിക്ക് കയറുന്നത്. പേര് വാമിക. വീട്ടിലെ പ്രാരാബ്ദം കാരണം ഡിഗ്രി പഠനം പാതി വഴിയിൽ നിർത്തി വന്നതായിരുന്നു അവൾ. അവളെ കണ്ടപ്പോൾ തന്നെ എനിക്കങ്ങ് ക്രഷ് അടിച്ചു.
ഈ അടുത്ത് ട്രെയിനിങ് കഴിഞ്ഞ സ്റ്റാഫുകളെ കൊണ്ടാണ് പുതുതായി വരുന്ന സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് നൽകുക. മറ്റൊരാളെ പഠിപ്പിച്ചു കൊടുക്കുക വഴി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുമത്രേ. എന്തായാലും വാമികയെ എൻ്റെ ഒപ്പം തന്നെ ട്രെയിനിങ്ങിന് വിടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് അവളെ സംഗീതിൻ്റെ ഒപ്പമാണ് വിട്ടത്. 2 ആഴ്ച കൊണ്ട് അവളുടെ ട്രെയിനിങ്ങും കഴിഞ്ഞു. ഒരു ദിവസം ഞാൻ ഫീൽഡിൽ പോയി വരും വഴി വാമികയും സംഗീതും ഒരു ഐസ്ക്രീം പാർലറിലേക്ക് കയറി പോകുന്നത് കണ്ടു. അവൻ അവളെ സെറ്റാക്കി. നാറി, ഞാൻ മനസ്സിൽ പറഞ്ഞു. അവരെയും നോക്കി നിൽക്കുമ്പോഴാണ് സംഗീത് എന്നെ കാണുന്നത്. വാടാ, ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് പോവാം, എൻ്റെ അടുത്തേക്ക് വന്ന് അവൻ പറഞ്ഞു. എനിക്ക് പിന്നെ അസൂയ തീരെയില്ലാത്തതുകൊണ്ട് തൊണ്ടവേദനയാണെന്നും പറഞ്ഞ് ഞാൻ വേഗം അവിടെ നിന്നും സ്ഥലം വിട്ടു. അല്ലെങ്കിൽ അവൻ അവളുമായി കൊഞ്ചിക്കുഴയുന്നത് കാണേണ്ടി വരും. അവനായി അവൻ്റെ പാടായി. ദിവസങ്ങളങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. അതിനിടയിൽ സംഗീതും വാമികയും തമ്മിൽ കൂടുതലെടുത്തു. എനിക്ക് ആദ്യം അവരോട് തോന്നിയ അസൂയയും കുശുമ്പുമൊക്കെ പതിയെ ഇല്ലാതായി. അവധി ദിവസങ്ങളിൽ അവർ കറങ്ങാൻ പോകുമ്പോൾ എന്നെയും വിളിക്കുമായിരുന്നു. ഒഴിഞ്ഞുമാറാതെ ഞാനും അവർക്കൊപ്പം കൂടി. സന്തോഷകരമായ ദിവസങ്ങൾ. അങ്ങനെ എല്ലാം നല്ല രീതിക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അന്ന് പാചകത്തിൻ്റെ ചുമതല എനിക്കായിരുന്നു. ഓഫീസ് അടയ്ക്കാൻ വൈകുമെന്നതുകൊണ്ട് ഞാൻ മാനേജറോട് അനുവാദം വാങ്ങി ഒറ്റയ്ക്ക് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തി ഞാൻ വേഗം പാചകത്തിൻ്റെ പണികൾ ആരംഭിച്ചു. ചോറ് വേവിച്ച് വെള്ളമൂറ്റി പാത്രത്തിലേക്ക് ഇടുന്നതിനിടയിലാണ് പുറത്ത് എവിടെയോ ആരുടെയോ കാൽപ്പെരുമാറ്റം കേട്ട പോലെ എനിക്ക് തോന്നിയത്. ഒന്ന് ഞെട്ടിയ ഞാൻ കാതുകൂർപ്പിച്ചു. അടുത്ത പറമ്പിൽ നിന്നുമാണ് ആ ശബ്ദം കേൾക്കുന്നത്. ആരോ കുലുസിട്ട് നടക്കുകയാണ്. അത് കിലുങ്ങുന്നതിൻ്റെ ശബ്ദം നല്ല വ്യക്തമായി കേൾക്കുന്നുണ്ട്. ഈ പ്രദേശത്തെങ്ങും ആരുമില്ല എന്നറിയാവുന്നതുകൊണ്ട് എൻ്റെ ഉള്ളിലൂടെ ഒരു തരിപ്പ് കടന്നുപോയി. ഞാൻ അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് ചെന്ന് ജനാല തുറന്ന് അടുത്ത പറമ്പിലേക്ക് നോക്കി. നേരം 7 മണിയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം വെളിച്ചമുണ്ടായിരുന്നു. സായാഹ്ന സൂര്യൻ്റെ പൊൻകിരണത്തിൽ ഞാൻ ആ കാഴ്ച കണ്ടു. അതിമനോഹരിയായ ഒരു പെൺകുട്ടി അവിടെയുള്ള ചെമ്പകമരത്തിലേക്ക് കൈയെത്തിച്ച് പൂക്കൾ പൊട്ടിക്കുന്നു. അറിയാതെ കുറച്ചു നേരം ഞാനത് നോക്കി നിന്നുപോയി. അല്ല, എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അടുത്തേക്ക് ചെന്നുകൂടെ? ഞാൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി അവളെ കണ്ട ഭാഗത്തേക്ക് ചെന്നു. പൂ പൊട്ടിക്കുകയാണോ? ഉയരം കുറഞ്ഞ മതിൽക്കെട്ടിനരികിലെത്തി ഞാൻ ചോദിച്ചു. അത് കേട്ട് അവൾ ഞെട്ടി എന്നെ നോക്കി. അപ്പോഴാണ് ഞാൻ അവളുടെ മുഖം ശരിക്കും കാണുന്നത്. എന്തൊരൈശ്വര്യം! കണ്ണെടുക്കാതെ നോക്കി നിൽക്കാൻ തോന്നുന്നു. ഈ പൂവ് കുറച്ച് മുകളിലാണ്, അത് കിട്ടുന്നില്ല. ഞെട്ടൽ മാറി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ പൂക്കൾ കുറച്ച് മുകളിലായാണ് നിൽക്കുന്നത്. ആ കാണുന്നതാണോ? ഞാൻ പൊട്ടിച്ചു തരാം. അതും പറഞ്ഞ് ആ കുട്ടിയുടെ മുന്നിൽ പട്ടി ഷോ കാണിക്കാനായി ഞാൻ ആ മതിൽക്കെട്ടിൻ്റെ മുകളിൽ കൈകുത്തി സിനിമാ സ്റ്റൈലിൽ അപ്പുറത്തേക്ക് എടുത്തു ചാടി. പക്ഷേ മറുവശത്ത് ഒരു ഉരുളൻകല്ലിലായിരുന്നു കാലുകുത്തിയത്. ഞാൻ അവളുടെ മുന്നിൽ വഴുതി വീണു. അയ്യോ, എന്തെങ്കിലും പറ്റിയോ? ചെറിയ പരിഭ്രമത്തോടെ അവൾ ചോദിച്ചു. ഇല്ല. മുഖത്തെ ചമ്മൽ മറച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിന്നു. അപ്പോഴാണ് ഞാൻ അവളുടെ പൂർണ്ണരൂപം കാണുന്നത്. ചെന്താമരയുടെ നിറമുള്ള പട്ടുപാവാടയും ബ്ലൗസുമായിരുന്നു അവൾ ധരിച്ചിരുന്നത്. അതിൻ്റെ അരികിലായുള്ള സ്വർണ്ണ നിറമുള്ള ചിത്രവേലകൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അധിക നേരം അങ്ങനെ നോക്കി നിൽക്കുന്നത് മാന്യതയില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ചെമ്പകമരത്തിൻ്റെ നേർക്ക് തിരിഞ്ഞു. പൂക്കളത്ര മുകളിലൊന്നുമല്ല. ഞാൻ താഴെയുള്ള ഒരു ചില്ലയിൽ കൈയെത്തിച്ച് പിടിച്ച് മുകളിലേക്ക് കയറി. കണ്ണിൽ കണ്ട പൂക്കളെല്ലാം പൊട്ടിച്ചെടുത്തു. എല്ലാം താഴേക്കിട്ട് കൊടുത്താലോ എന്ന് ആദ്യം കരുതിയതാണ്. പിന്നെ തോന്നി അത് വേണ്ടെന്ന്. ഞാൻ പൂക്കളെല്ലാം ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഇട്ടുവെച്ച ശേഷം പതിയെ താഴേക്കിറങ്ങി. ആ പരിസരമാകെ ചെമ്പകപ്പൂവിൻ്റെ നറുമണം പടർന്നിരുന്നു. വിടർന്ന കണ്ണുകളുമായി എന്നെ നോക്കി നിൽക്കുന്ന അവളുടെ കയ്യിലേക്ക് ഞാൻ ചെമ്പകപ്പൂക്കൾ മെല്ലെ ഇട്ടുകൊടുത്തു. അതിൽ നിന്നും ഒരെണ്ണമെടുത്ത് അവൾ മുടിയിൽ ചൂടി. ആ സമയം വീശിയ ഇളങ്കാറ്റിൽ അവളുടെ മുടിയിഴകൾ ആടിയുലഞ്ഞു. എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും മനസ്സിലേക്ക് ഒന്നും വരുന്നില്ല. മനസ്സാകെ ശൂന്യമായതുപോലെ ഒന്നും മിണ്ടാനാവാതെ കുറച്ചു നേരം ഞാൻ അവൾക്ക് മുന്നിൽ നിന്നു. അപ്പോഴാണ് റോഡിലൂടെ ആരൊക്കെയോ നടന്നു വരുന്ന ശബ്ദം കേട്ടത്. അതോടെ ഞാൻ പോട്ടെ, നേരം വൈകിയെന്നും പറഞ്ഞ് അവൾ മണ്ണിൽ ഉരസിക്കിടന്നിരുന്ന പട്ടുപാവാട 2 കൈകളും കൊണ്ട് അല്പം ഉയർത്തിപ്പിടിച്ച് ആ പറമ്പിലുണ്ടായിരുന്ന പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന വീടിൻ്റെ അപ്പുറത്തേക്കോടി. കാൽകുലുസിൻ്റെ ശബ്ദം വീണ്ടും മുഴങ്ങി. അല്ല, ഇയാളുടെ പേരെന്താ? ഞാൻ പുറകിൽ നിന്നും വിളിച്ചു ചോദിച്ചു. അനശ്വര. ഓടുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അനശ്വര. ഞാൻ ആ പേര് ഏതാനും തവണ മനസ്സിൽ ഉരുവിട്ടു. അവൾ കാഴ്ചയിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തോ നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. നേർത്ത നിരാശയോടെ ഞാൻ വളരെ ശ്രദ്ധയോടെ മതിൽ ചാടിക്കടന്ന് വീടിന് നേരെ നടന്നു. നീ എവിടെ പോയതാ? പുറകിൽ നിന്നും സംഗീതിൻ്റെ ശബ്ദം കേട്ടു. അവനും മറ്റുള്ളവരും നടന്നു വരുന്ന ശബ്ദമായിരുന്നു നേരത്തെ കേട്ടത്.
അവിടെ പൂച്ചകൾ കടികൂടുന്ന ശബ്ദം കേട്ട് പോയി നോക്കിയതാണെന്ന് പറഞ്ഞ് ഞാൻ പറമ്പിൻ്റെ ഒരു മൂലയിലേക്ക് വിരൽ ചൂണ്ടി. എന്തോ അവളെ കണ്ട കാര്യം ആരോടും പറയാൻ എനിക്ക് മനസ്സ് വന്നില്ല. പറഞ്ഞാൽ ചിലപ്പോൾ അവന്മാർക്ക് കൂടി പരിചയപ്പെടുത്തി കൊടുക്കാൻ പറയും. തൽക്കാലം അവന്മാരുടെ ദൃഷ്ടി പതിയാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാം കോഴികളാണ്. എന്നിട്ട് ഞങ്ങളൊന്നും കേട്ടില്ലല്ലോ, മാനേജറാണ് മറുപടി പറഞ്ഞത്. ഓ, ഞാൻ ഓടിച്ചു വിട്ടു. അതും പറഞ്ഞ് ഞാൻ വീടിനകത്തേക്ക് കയറി. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അനശ്വരയുടെ മുഖമായിരുന്നു മനസ്സ് നിറയെ. ഓട്ടത്തിനിടയിൽ അവൾ തിരിഞ്ഞു നോക്കി പുഞ്ചിരി തൂകിയത് കൺമുന്നിലെന്നോണം തെളിഞ്ഞു നിന്നു. ഇനി എന്നാണാവോ അവളെ വീണ്ടും കാണാൻ കഴിയുക? വീട് എവിടെയാണെന്ന് പോലും അറിയില്ല. അത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അതൊന്നും മനസ്സിലേക്ക് വന്നില്ല. അടുത്ത തവണയാവട്ടെ എന്തായാലും വീട് ചോദിക്കണം. പറ്റിയാൽ ഫോൺ നമ്പറും. പേര് കൊള്ളാം, അനശ്വര. അശ്വരയല്ലാത്തവൾ. അനശ്വര അഭിലാഷ്. നല്ല ചേർച്ച. കേൾക്കാൻ തന്നെ ഒരു സുഖമുണ്ട്, ഞാൻ ചിന്തിച്ചു. ഞാൻ കണ്ണുകളടച്ച് ഉറങ്ങാൻ ശ്രമിച്ചു. അന്ന് പതിവിലും വൈകിയാണ് ഉറക്കം എന്നെ തേടി വന്നത്. ഓരോ സ്വപ്നങ്ങളിൽ മുഴുകി എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയ ഞാൻ ജനാല തുറന്നിട്ട് ഇടയ്ക്കൊക്കെ അടുത്ത പറമ്പിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അവളെ കണ്ടില്ല. അതിനടുത്ത ദിവസവും അങ്ങനെ തന്നെ. ഒരാഴ്ച കടന്നുപോയപ്പോൾ ഇനി അവളെ കാണാൻ കഴിയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് വേണ്ട പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനായി ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങി. വഴിയിലെ കടയിൽ നിന്നും 2 സഞ്ചി നിറയെ സാധനങ്ങളും വാങ്ങി അവ ഓരോ കൈകളിലും പിടിച്ച് ഞാൻ വീട്ടിലേക്ക് നടന്നു. രാവിലെ മുതൽ നടന്ന് തളർന്നിരിക്കുകയായിരുന്ന ഞാൻ ഇടയ്ക്കിടെ സഞ്ചികൾ നിലത്തുവെച്ച് അല്പനേരം വിശ്രമിച്ച ശേഷമാണ് മുന്നോട്ട് പോയത്. ഒരു വിധത്തിൽ വീട്ടിലെത്തി ഞാൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അപ്പോഴാണ് ഒരു മിന്നായം പോലെ അനശ്വര ആ ചെമ്പകമരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് ഞാൻ കണ്ടത്. രണ്ടാമതൊരു കൂടിക്കാഴ്ച അപ്രതീക്ഷിതമായിരുന്നതുകൊണ്ട് എനിക്ക് ആകെ ഒരു പരവേശമാണ് തോന്നിയത്. സഞ്ചികൾ വേഗം അകത്തേക്ക് എടുത്തു വെച്ച ശേഷം ഞാൻ നേരെ മതിൽക്കെട്ടിനടുത്തേക്ക് ഓടി. എൻ്റെ കാലൊച്ച കേട്ട അവൾ എനിക്ക് നേരെ നോക്കി. എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഉള്ളിലെ വീർപ്പുമുട്ടൽ നിയന്ത്രിക്കാനാവാതെ ഞാൻ ചോദിച്ചു. ഞാൻ എല്ലാ ദിവസവും വരാറുണ്ട്, പകലായതുകൊണ്ട് ചേട്ടനെ കാണാറില്ല. നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അപ്പോൾ വരുമ്പോഴൊക്കെ എന്നെ നോക്കാറുണ്ടായിരുന്നോ? എന്തെന്നില്ലാത്ത സന്തോഷത്തോടെ ഞാൻ ചോദിച്ചു. ആ, ഞാൻ നോക്കാറുണ്ട്, പക്ഷേ വാതിലെപ്പോഴും അടഞ്ഞു കിടക്കുകയായിരിക്കും. അവൾ എനിക്ക് പുറകിലെ വാതിലിന് നേർക്കു നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും നിലത്തു നിന്നും പൊന്തിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നി. അനശ്വരയുടെ വീട് എവിടെയാ? നെഞ്ചിടിപ്പോടെ ഞാൻ ചോദിച്ചു. ആ വളവിൻ്റെ അപ്പുറത്ത് ചെറിയൊരു കുന്നുണ്ട്, അതിൻ്റെ പിന്നിലാ. അവൾ മുന്നിലൂടെ പോകുന്ന റോഡ് തിരിയുന്ന ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവിടെ കുന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇവിടെ താമസമാക്കിയിട്ട് കുറച്ചായെങ്കിലും ഞാനിതുവരെ അവിടേക്കൊന്നും പോയി നോക്കിയിട്ടില്ല. പറ്റിയാൽ നാളെ തന്നെ അവിടം വരെ പോയി നോക്കണം, ഞാൻ തീരുമാനിച്ചു. വളരെ ശ്രദ്ധയോടെ മതിൽക്കെട്ട് ചാടിക്കടന്ന് ഞാൻ അവൾക്ക് കയ്യെത്താത്ത ഭാഗത്തുള്ള ചെമ്പകപ്പൂക്കൾ പൊട്ടിച്ച് നൽകി. ഇതുവരെ എൻ്റെ പേര് ചോദിച്ചില്ലല്ലോ. അതിനിടയിൽ ചെറിയൊരു പരിഭവം നടിച്ച് ഞാൻ ചോദിച്ചു. പേരെനിക്കറിയാലോ, അവൾ പറഞ്ഞു. വിശ്വാസം വരാതെ ഞാൻ അവളെ നോക്കി. അഭിലാഷ് എന്നല്ലേ? അത് കണ്ട് അവൾ പറഞ്ഞു. എനിക്ക് അതിശയമായി. അതെങ്ങനെ കണ്ടെത്തി? ഞാൻ തിരക്കി. അതൊക്കെയുണ്ട്, ചെറുപുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. പിന്നെ കുറേ നേരം ഞങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ പോകാനൊരുങ്ങിയപ്പോൾ ഞാൻ അവളോട് ഫോൺ നമ്പർ ചോദിച്ചു. അത് കേട്ടതും അവളുടെ മുഖം മങ്ങി. ചോദിച്ചത് മോശമായി പോയോ എന്നെനിക്ക് തോന്നി. തരാൻ മടിയാണെങ്കിൽ വേണ്ട കേട്ടോ. സാഹചര്യമൊന്നു മാറ്റാനായി ഒരു വളിച്ച ചിരി ചിരിച്ച് ഞാൻ പറഞ്ഞു. അയ്യോ അതല്ല, എനിക്ക് ഫോണില്ല, അവൾ പറഞ്ഞു. ഓ പിന്നെ, ഇക്കാലത്ത് ഫോണില്ലാത്ത ആരാ ഉള്ളേ? ഞാൻ തമാശ മട്ടിൽ പറഞ്ഞു. എനിക്ക് ഫോണുണ്ടായിരുന്നു, അത് കേടായിപ്പോയി, പിന്നെ പുതിയത് വാങ്ങിയിട്ടില്ല. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ പോട്ടെ, നേരം ഇരുട്ടി. എനിക്കെന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുന്നേ അവൾ റോഡിലേക്ക് ഓടി മറഞ്ഞു. കുറച്ചു നേരം ഞാൻ ആ ചെമ്പകമരത്തിൻ്റെ ചുവട്ടിൽ നിന്നുപോയി. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൾ പറഞ്ഞ കാര്യങ്ങളായിരുന്നു മനസ്സിൽ. തിരികെ പോകാൻ നേരം അവളുടെ മുഖത്ത് കണ്ട വിഷാദഭാവം എന്നെ കുറച്ചൊന്നുമല്ല വേദനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ഉറക്കം തീരെ സുഖകരമായിരുന്നില്ല. അടുത്ത ദിവസം അവധിയെടുത്തിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് വൈകിയാണ് എഴുന്നേറ്റത്. എന്നെ കൂടാതെ സംഗീതും അന്ന് അവധിയെടുത്തിരുന്നു. ഞങ്ങൾക്കങ്ങനെയാണ്, മാസത്തിൽ 4 തവണ അവധിയെടുക്കാം. അത് ഞായറാഴ്ചകളിൽ ജോലി ചെയ്യുന്നതിന് പകരമായി തരുന്നതാണ്. രാവിലെ മുതൽ അനശ്വര വരുന്നതും നോക്കിയിരുന്നാലോ എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഉള്ളിലൊരു നീറ്റൽ. ഇത്ര ചെറിയ കാര്യത്തിന് ഇങ്ങനെ തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് സംഗീതിൻ്റെയും വാമികയുടെയും ഒപ്പം കറങ്ങാൻ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവർ നിർബന്ധിച്ചപ്പോൾ പിന്നെ ഒഴിഞ്ഞു മാറാൻ തോന്നിയില്ല. അവർ തമ്മിലുള്ള റിലേഷൻ ഓഫീസിലെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആരെയും ഒളിച്ചും പാത്തുമൊന്നും പോവേണ്ട.
അന്ന് രാവിലെ 9:30 ഞങ്ങൾ 3 പേരും ഏറ്റവും അടുത്തുള്ള ഒരു മാളിലേക്ക് പോയി. ഉച്ചവരെ അവിടമൊക്കെ ചുമ്മാ കറങ്ങിത്തിരിഞ്ഞ് നടന്നു. ആ സമയം മുഴുവൻ അനശ്വര കൂടെയുണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വിങ്ങി നിന്നിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഒരു സിനിമയ്ക്ക് കയറി. അത് കഴിഞ്ഞ് വൈകുന്നേരം അടുത്തുള്ള ഒരു ബീച്ചിലും പോയി. ബീച്ചിൽ വെച്ച് സംഗീത് മണ്ണിൽ ഒരു വലിയ ഹൃദയചിഹ്നം വരച്ച് അതിൽ അവൻ്റെയും വാമികയുടെയും പേരെഴുതി ഫോട്ടോ എടുത്തു. അവർ ചിരിച്ചു കളിച്ച് നിൽക്കുന്ന സമയം ഞാൻ അല്പം മാറി മറ്റൊരു ഹൃദയചിഹ്നം വരച്ച് അതിൽ അഭിലാഷ് ലവ് അനശ്വര എന്നെഴുതി വെച്ചു. ഉടനെ വലിയൊരു തിരമാല വന്ന് അത് മായ്ച്ചു കളഞ്ഞു. ബീച്ചിനടുത്ത് തന്നെ ചെറിയൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. സന്ധ്യയോടടുപ്പിച്ച് ഞങ്ങൾ അവിടേക്ക് ചെന്നു. അതിലൂടെ നടക്കുന്നതിനിടയിൽ സംഗീത് അരികിലായി കണ്ട ഒരു കടയിലേക്ക് കയറി. ഫാൻസി ഐറ്റങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയായിരുന്നു അത്. അവിടെ നിന്നും അവൻ വാമികയ്ക്ക് ഏതാനും വളകളും കമ്മലുകളുമൊക്കെ വാങ്ങി നൽകി. അപ്പോഴാണ് വീണ്ടും എൻ്റെ മനസ്സിലേക്ക് അനശ്വരയുടെ മുഖം കടന്നു വന്നത്. അവളുടെ മുഖത്തിന് ചേർന്ന ഒരു ജോഡി ജിമിക്കി കമ്മൽ ഞാൻ തിരഞ്ഞു കണ്ടെത്തി. ആർക്കാടാ? അത് കണ്ട വാമിക ചോദിച്ചു. ഏയ് ചുമ്മാ കണ്ടപ്പോൾ ഒരു പൂതി, ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാലോ. ഞാൻ ഒഴിഞ്ഞു മാറി. ഉവ്വ നീ പറയണ്ട, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം, സംഗീത് പറഞ്ഞു. ഞാനൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്ത് ആ കമ്മലുകൾ ഭംഗിയുള്ള ഒരു കവറിൽ പൊതിഞ്ഞു വാങ്ങി. ഇന്നവളെ കാണാൻ കഴിയുമോ എന്നറിയില്ല. കണ്ടാൽ ഇത് കൊടുക്കണം. എൻ്റെ കയ്യിൽ നിന്നും വാങ്ങുമോ എന്നും അറിയില്ല. കൊടുത്തു നോക്കാം. അന്ന് പതിവിലും വൈകിയാണ് ഞാനും സംഗീതും വീട്ടിലെത്തിയത്. വാമികയെ ലേഡി സ്റ്റാഫുകൾ താമസിക്കുന്ന വീട്ടിൽ വിട്ട ശേഷമാണ് ഞങ്ങൾ തിരികെ പോന്നത്. നേരം ഇത്രയുമായതുകൊണ്ട് ഇന്നിനി അനശ്വരയെ കാണാൻ വഴിയില്ല. അടുത്ത ദിവസമാവട്ടെ. വീട്ടിലേക്ക് കയറുന്നതിനിടയിൽ ആ ചെമ്പകമരത്തിന് നേർക്ക് ഞാനൊന്ന് പാളി നോക്കി. ഇല്ല, അവിടം മൂകമാണ്. ഞാൻ ആ കമ്മലുകൾ ഇടനെഞ്ചിലെ പോക്കറ്റിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ മുറിയിലേക്ക് നടന്നു. അന്ന് രാത്രി ഞാൻ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടു. മനോഹരമായൊരു സ്വപ്നം. ഞാൻ വാങ്ങിയ കമ്മലുമണിഞ്ഞ് നിൽക്കുന്ന അനശ്വര. വീശിയടിക്കുന്ന ഇളങ്കാറ്റിൽ അവളുടെ മുടിയിഴകൾക്കൊപ്പം ആടിക്കളിക്കുന്ന കമ്മലുകൾ. ഒപ്പം കാതിനുമ്പമായി അവളുടെ കൊലുസിൻ്റെ നാദവും. അടുത്ത ദിവസം എന്നത്തെയും പോലെ ഞാൻ ജോലിക്കിറങ്ങി. അന്നോ അതിനടുത്ത ദിവസമോ അനശ്വരയെ കണ്ടില്ല. ഓരോ ദിവസവും ഞാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. അന്ന് ഒരു ദിവസം രാവിലെ ഞാൻ ജോലിക്കിറങ്ങി. എനിക്കൊഴികെ ബാക്കി എല്ലാ മെയിൽ സ്റ്റാഫുകൾക്കും അന്ന് ഒറ്റപ്പാലത്തുള്ള ഹെഡ് ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട്. എൻ്റെ ഈ മാസത്തെ ടാർഗറ്റ് മുട്ടിയിട്ടില്ല എന്നതുകൊണ്ട് ഹെഡ് ഓഫീസിലുള്ളവർ മനഃപൂർവ്വം എന്നെ ഒഴിവാക്കുകയായിരുന്നു. ടാർഗറ്റ് അച്ചീവ് ചെയ്തവർക്ക് സമ്മാന വിതരണമൊക്കെ ഉണ്ടായിരിക്കും. അന്ന് ഞാൻ പുതിയൊരു റൂട്ടിലേക്ക് പോയി. വലിയ താല്പര്യമൊന്നും അന്ന് ജോലി ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. ഉച്ചയ്ക്ക് വഴിയിൽ കണ്ട ഒരു ജനകീയ ഹോട്ടലിൽ നിന്നും ഊണ് കഴിച്ച ശേഷം ഞാൻ അലക്ഷ്യമായി കറങ്ങി നടന്നു. വൈകുന്നേരം ഓഫീസിലെത്തിയപ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത്. സംഗീതും മാനേജറുമൊക്കെ സഞ്ചരിച്ചിരുന്ന കാർ തിരികെ വരും വഴി ആക്സിഡൻ്റായി എന്നും പറഞ്ഞ് മറ്റൊരു ബ്രാഞ്ചിലെ മാനേജറുടേതായിരുന്നു ആ കോൾ. അത് കേട്ടതും ഞാനാകെ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഇക്കാര്യം ഞാൻ ഞങ്ങളുടെ സൂപ്പർവൈസറായ ദീപ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി വളരെ ബോൾഡായ ഒരു ക്യാരക്ടറാണ്. പുള്ളിക്കാരി വേഗം തന്നെ ഒരു ടാക്സി വിളിച്ചു. ഞാനും ചേച്ചിയും കൂടി ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോഴാണ് പേടിച്ചതുപോലെ ഒന്നുമില്ല എന്ന് മനസ്സിലായത്. ആർക്കും ഗുരുതരമായ പരിക്കുകളൊന്നുമില്ല. കയ്യിലും കാലിലുമൊക്കെ ചെറിയ മുറിവുകളും ചതവുകളുമൊക്കെ ഉണ്ടെന്ന് മാത്രം. അപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. എന്തായാലും അവർക്കാർക്കും ഇനി 2-3 ആഴ്ചത്തേക്കെങ്കിലും ജോലിക്ക് വരാൻ കഴിയില്ല. ഞാൻ എല്ലാവരുടെയും വീടുകളിലേക്ക് വിളിച്ച് അപകടം സംഭവിച്ച കാര്യം ഫോൺ ചെയ്തു പറഞ്ഞു. അന്ന് രാത്രി ഏതാണ്ട് 8 മണിയോടെ ഞങ്ങൾ ആശുപത്രിയിൽ നിന്നും ഇറങ്ങി. സംഗീതിന് കാലിൽ ചെറിയ പരിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവന് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും ഓരോരുത്തരുടെയും വീട്ടുകാരായി വന്ന് അവരവരുടെ വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഏറ്റവും ദൂരെ നിന്നുമുള്ളത് ഞാനും സംഗീതും മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ വീട്ടുകാർ ഏറ്റവും അവസാനമാണെത്തിയത്. അവനെ കൂട്ടിക്കൊണ്ടുപോകുന്ന നേരം എന്നോടും കൂടെ വരാൻ സംഗീതിൻ്റെ അച്ഛൻ നിർബന്ധിച്ചു. വേറെ മെയിൽ സ്റ്റാഫുകളാരും ഇല്ലാത്തതുകൊണ്ട് എന്നോടും കുറച്ച് ദിവസം ലീവ് എടുത്തോളാൻ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് മാനേജർ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ തോന്നിയില്ല. അന്ന് രാത്രി ഞങ്ങൾ താമസിക്കുന്ന വലിയ വീട്ടിൽ തനിച്ചായിരുന്നു. ഈ വീടുമായി കുറച്ചധികം ഇടപഴകിയതുകൊണ്ടാണോ എന്നറിയില്ല, ആദ്യം ഇവിടെ വന്ന ദിവസം തോന്നിയ പേടിയൊന്നും ഇപ്പോൾ തോന്നുന്നില്ല. അടുത്ത ദിവസം ഞാൻ കുറച്ച് വൈകിയാണ് ജോലിക്കിറങ്ങിയത്. റോഡിലൂടെ ഓഫീസിലേക്ക് പോകുന്ന സമയം മുഴുവൻ ഞാൻ ആ ചെമ്പകമരത്തിന് നേർക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അവിടെയെങ്ങും അനശ്വരയെ കണ്ടില്ല. ഏതാണ്ട് 1.5 ആഴ്ചയോളം അങ്ങനെ കടന്നുപോയി. ആ ദിവസങ്ങളിലൊന്നും അവളെ കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായി ഞാൻ ജനകീയ ഹോട്ടലും അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അടുത്ത് കണ്ട ഓട്ടോ സ്റ്റാൻഡിൽ ചോദിച്ചപ്പോൾ 3 കിലോമീറ്റർ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ആകെ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്.
അത്രയും ദൂരം ബാഗും ചുമന്ന് പോകാനുള്ള ശേഷിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ അടുത്ത് കണ്ട ചെറിയൊരു ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചു. ഹോട്ടലിൽ നിന്നും ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ മൊത്തത്തിലൊരു പരവേശം അനുഭവപ്പെടാൻ തുടങ്ങി. ആകെ മനംപുരട്ടലും തലവേദനയുമൊക്കെയായി വല്ലാത്തൊരവസ്ഥ. 1-2 തവണ ഞാൻ ഛർദ്ദിക്കുകയും ചെയ്തു. ഇന്നിനി സെയിൽസ് നടക്കില്ല. അതുകൊണ്ട് ഞാൻ ബസ് പിടിച്ച് നേരെ ഓഫീസിലേക്ക് ചെന്നു. സമയം 3 മണി കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ദീപച്ചേച്ചിയോട് കാര്യം പറഞ്ഞ് ഞാൻ നേരെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് ചെന്നു. വീട്ടിലെത്തിയ പാടെ ഞാൻ കട്ടിലിലേക്ക് ചാഞ്ഞു. ഉടനെ തന്നെ ക്ഷീണം മൂലം ഞാൻ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ ഞാൻ എന്തൊക്കെയോ വിചിത്ര സ്വപ്നങ്ങൾ കണ്ടു. ആരോ എന്നെ ആക്രമിക്കാൻ വരുന്നതും ഞാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമൊക്കെ. പുറത്ത് കൊലുസ് കിലുങ്ങുന്ന ശബ്ദം കേട്ടാണ് പിന്നെ ഞാൻ ഉറക്കത്തിൽ നിന്നും ഉണരുന്നത്. കണ്ണു തിരുമ്മി ഞാൻ കയ്യിൽ കെട്ടിയിരുന്ന വാച്ചിൽ സമയം നോക്കി. 7 മണി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വേഗം കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് ജനാല തുറന്ന് അടുത്ത പറമ്പിലേക്ക് നോക്കി. അവിടെയുള്ള ചെമ്പകമരത്തിൻ്റെ ചുവട്ടിൽ അനശ്വരം നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. നിലാവുള്ളതുകൊണ്ട് അവിടെ നല്ല വെളിച്ചമുണ്ടായിരുന്നു. ഒട്ടും സമയം കളയാതെ ഞാൻ വാങ്ങി വെച്ചിരുന്ന കമ്മലിൻ്റെ പൊതിയെടുത്ത് പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ട് മുഖവും കഴുകി പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട്, എവിടെയായിരുന്നു? അവളുടെ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു. അത് പ്രതീക്ഷിച്ചിട്ടെന്നോണം അവൾ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. കുറച്ച് ദിവസം വരാൻ കഴിഞ്ഞില്ല, മൃദുലമായ ശബ്ദത്തിൽ അവൾ പറഞ്ഞു. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതുപോലെ അടുത്തേക്ക് ചെന്ന് മതിൽക്കെട്ട് ശ്രദ്ധയോടെ ചാടിക്കടന്നു. അവളുടെ കയ്യിൽ ഏതാനും ചെമ്പകപ്പൂക്കൾ ഇരിക്കുന്നത് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ആഹാ, എല്ലാം പൊട്ടിച്ചു കഴിഞ്ഞോ? ഞാൻ ചോദിച്ചു. കുറച്ചൊക്കെ, ഇതാ അവിടെ ഇനിയും കുറച്ചുകൂടിയുണ്ട്. അവൾ മരത്തിൻ്റെ മുകളിലേക്ക് കൈ ചൂണ്ടി. അവൾ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് നോക്കിയിട്ട് എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. എവിടെ? കാണുന്നില്ലല്ലോ, ഞാൻ പറഞ്ഞു. ദേ അവിടെ. എനിക്കരികിലേക്ക് അല്പം ചേർന്ന് നിന്നുകൊണ്ട് അവൾ മുകളിലേക്ക് വിരൽ ചൂണ്ടി. എനിക്കുള്ളിൽ ഒരു കുളിരനുഭവപ്പെട്ടു. ഇവിടെ നിന്നിട്ട് കാണുന്നില്ല, ഞാൻ മുകളിലേക്ക് കയറി നോക്കട്ടെ. അതും പറഞ്ഞ് ഞാൻ താഴത്തെ ചില്ലയിൽ പിടിച്ച് മുകളിലേക്ക് കയറി. കുറച്ച് മുകളിലെത്തിയിട്ടും എനിക്ക് പൂക്കൾ കാണാൻ കഴിഞ്ഞില്ല. ഇവിടെയെങ്ങും ഒന്നും കാണുന്നില്ലല്ലോ, ഞാൻ അവിടമാകെ കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. ദേ അവിടെ. അത് പറയുമ്പോൾ എൻ്റെ മുഖത്തിനോട് ചേർന്ന് അവളുടെ കൈ ഞാൻ കണ്ടു. ഞാൻ ഞെട്ടി താഴേക്ക് നോക്കി. അവൾ താഴെ തന്നെ നിൽക്കുകയാണ്. ഓരോരോ തോന്നലുകൾ. ഞാൻ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. കണ്ടോ? താഴെ നിന്നുകൊണ്ട് അവൾ ചോദിച്ചു. ഞാൻ വീണ്ടും മുകളിലേക്ക് നോക്കി. എൻ്റെ തലയ്ക്ക് നേരെ മുകളിലെ ചില്ലയിൽ ഏതാനും പൂക്കൾ അപ്പോഴാണ് ഞാൻ കണ്ടത്. ആ പൂക്കൾ മുഴുവൻ പൊട്ടിച്ച് ഞാൻ ഷർട്ടിൻ്റെ പോക്കറ്റിലിട്ടു. ശ്രദ്ധിച്ച് താഴെ ഇറങ്ങിയ ശേഷം ഞാൻ അവ മുഴുവൻ അനശ്വരയുടെ കയ്യിൽ കൊടുത്തു. അതിനിടയിൽ ഒരെണ്ണം ഞാൻ മനഃപൂർവ്വം താഴേക്കിട്ടു. നിലത്തുനിന്നും അതെടുക്കുന്നതിനിടയിൽ അവളുടെ കൊലുസ് കാണാൻ വേണ്ടിയാണ് ഞാനങ്ങനെ ചെയ്തത്. ഞാൻ താഴേക്ക് കുനിഞ്ഞു. നിലത്ത് കിടക്കുന്ന പൂവെടുക്കുന്നതിനിടയിൽ ഞാൻ അവളുടെ കാലിന് നേരെ നോക്കി. എൻ്റെ മുഖത്തെ രക്തം വാർന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. അവളുടെ കാലുകൾ നിലത്ത് സ്പർശിക്കുന്നില്ല. അവ മണ്ണിൽ നിന്നും 2 ഇഞ്ച് മുകളിലായി വായുവിൽ നിൽക്കുകയാണ്. ഞാൻ പുറകോട്ട് മലർന്നടിച്ചു വീണു. നിലത്ത് കിടന്നുകൊണ്ട് ഞാൻ അവളുടെ മുഖത്തിന് നേരെ നോക്കി. അതുവരെ പ്രസന്നവദനയായിരുന്ന അവളുടെ ഭാവം മാറി. ഭയത്താൽ എന്നവണ്ണം കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചു വന്നു. ആ മുഖത്ത് മുറിവുകൾ രൂപപ്പെട്ടു. വായിലൂടെയും മൂക്കിലൂടെയും രക്തം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. കണ്ണുകൾ രക്തനിറമാർന്നു. കഴുത്തിന് കുറുകെ കയറുകൊണ്ട് മുറുക്കിയതുപോലെയുള്ള അടയാളം രൂപപ്പെട്ടു. നിലത്തു നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്കതിന് കഴിഞ്ഞില്ല. ഞാൻ കൈകൾ കുത്തി പുറകോട്ട് നിരങ്ങി നീങ്ങി. ഉടനെ അവളുടെ തൊണ്ടയിൽ നിന്നും വിചിത്രമായ ഒരു ശബ്ദം പുറത്തു വന്നു. ആദ്യം അത് ഒരു ഞരക്കം മാത്രമായിരുന്നെങ്കിൽ പതിയെ അതൊരു അലർച്ചയായി മാറി. ഞാൻ നിലത്ത് കിടന്ന് ചെവികൾ പൊത്തി. ഉടനെ ശക്തിയായി കാറ്റ് വീശാൻ ആരംഭിച്ചു. ചുറ്റിലും വീണ് കിടന്നിരുന്ന കരിയിലകൾ ഉയർന്നു പൊങ്ങി. നിലത്തു നിന്നും എഴുന്നേറ്റ് ഞാൻ മതിൽക്കെട്ട് ചാടിക്കടക്കാൻ ശ്രമിച്ചു. എന്തോ കൈകൾക്ക് ബലക്ഷയം വന്നതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അത് ചാടിക്കടക്കാൻ എനിക്ക് സാധിച്ചില്ല. അതോടെ ആ ശ്രമം ഞാൻ ഉപേക്ഷിച്ചു. ഒന്ന് നിലവിളിക്കാമെന്ന് വെച്ചാൽ ആരോ തുന്നിച്ചേർത്തതുപോലെ ചുണ്ടുകൾ തമ്മിൽ ഒട്ടിച്ചേർന്നിരിക്കുന്നു. ഉഗ്രമായി വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റിൽ അവളുടെ സമൃദ്ധമായ മുടിയിഴകൾ എൻ്റെ മുന്നിലേക്ക് പാറിപ്പറന്നു. എൻ്റെ തൊട്ടുപുറകിൽ അവൾ നിൽക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് എന്നെ ഭയത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു. ചെമ്പകപ്പൂവിൻ്റെ മനം കുളിർപ്പിക്കുന്ന ഗന്ധത്തോടൊപ്പം രക്തത്തിൻ്റെ മനം പുരട്ടുന്ന ഗന്ധവും തമ്മിൽ കലർന്ന് അവിടമാകെ വ്യാപിച്ചു. അത് ശ്വസിച്ച എനിക്ക് ഓക്കാനം വന്നു. ആരും ഈ വഴി വരില്ല. ഓടി രക്ഷപ്പെടുകയല്ലാതെ എനിക്ക് മുന്നിൽ വേറെ വഴിയില്ല. നേരെ മുന്നിൽ ഉയരം കുറഞ്ഞ മതിൽക്കെട്ട്. തൊട്ടുപുറകിൽ അവൾ, അനശ്വര. ഭയം മൂലം എൻ്റെ ബോധം മറയുമോ എന്നെനിക്ക് തോന്നി. അങ്ങനെ സംഭവിച്ചാൽ ചിലപ്പോൾ ഞാൻ അടുത്ത പുലരി കാണില്ല. രണ്ടും കൽപ്പിച്ച് ഞാൻ ഒരു വശത്തേക്ക് തിരിഞ്ഞ് ചെമ്പകമരത്തിൻ്റെ പുറകിലേക്ക് ഓടി. അവിടെ നിന്നുകൊണ്ട് ഞാൻ റോഡിലേക്ക് കടക്കാനുള്ള വഴി പരതി നോക്കി. എല്ലായിടത്തും പുല്ലുകൾ വളർന്ന് കാട് കയറി കിടക്കുകയാണ്. മുന്നിലൊന്നും കാണുന്നില്ല.
അപ്പോഴാണ് അവൾ സ്ഥിരം തിരിച്ചു പോകാറുള്ള ഭാഗത്തേക്ക് എൻ്റെ നോട്ടം നീണ്ടത്. അവിടെ പുല്ലുകൾ കുറവാണ്. ഞാനറിയാതെ എൻ്റെ കാലുകൾ എന്നെയും വഹിച്ച് അതിലേ കുതിച്ചു. എത്ര ദൂരം അതിലേ ഓടിക്കാണുമെന്നറിയില്ല. റോഡിലേക്ക് എത്തുന്നതിനു പകരം ഞാനെത്തിയത് ഒരൊഴിഞ്ഞ തരിശുഭൂമിയിലായിരുന്നു. ദൂരെ എവിടെയോ ഒരു കാലൻ കോഴി കൂവി. ഞാൻ വാച്ചിൽ നോക്കി. ഞാൻ ഉണർന്നപ്പോൾ കാണിച്ച അതേ സമയം തന്നെയായിരുന്നു അതിൽ അപ്പോഴും കാണിക്കുന്നുണ്ടായിരുന്നത്. അതെൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചു. നല്ല നിലാവുള്ളതുകൊണ്ട് ആ പ്രദേശമാകെ വ്യക്തമായി കാണാമായിരുന്നു. അതൊരു പാറയുടെ മുകൾ ഭാഗമോ മറ്റോ ആയിരുന്നു. അതിൻ്റെ ഒരു മൂലയിൽ ഒരു വീടുണ്ടായിരുന്നു. അവിടെ ആരെങ്കിലും കാണുമോ എന്നറിയാനായി ഞാൻ അവിടേക്ക് ഓടി. എന്നാൽ ഞാൻ മുന്നോട്ട് ചുവടുകൾ വയ്ക്കുന്നതിനനുസരിച്ച് ആ വീട് തകർന്നു വീഴാൻ തുടങ്ങി. അതിൻ്റെ ഓരോ തൂണുകളായി നിലം പതിച്ചു. അവശേഷിച്ചയിടങ്ങളിൽ കാട്ടുചെടികൾ സ്ഥാനം പിടിച്ചു. ഞാൻ പെട്ടെന്ന് നിന്നു. ഉടനെ ആ വീടിനുള്ളിൽ നിന്നും ആരുടെയോ അടക്കിപ്പിടിച്ചുള്ള കരച്ചിൽ കേൾക്കാൻ തുടങ്ങി. അത് അനശ്വരയുടെ ശബ്ദമാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ഞാൻ നോക്കി നിൽക്കെ പൊട്ടിപ്പൊളിഞ്ഞ വീടിനുള്ളിൽ നിന്നും അവൾ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി വന്നു. എനിക്ക് നിന്നിടത്തു നിന്നും ഒന്നനങ്ങാൻ പോലും കഴിഞ്ഞില്ല. എൻ്റെ തൊട്ടടുത്തെത്തി അവൾ എന്നെയും കടന്ന് പുറകോട്ട് ഓടി മറഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കി. അവളെ അവിടെയെങ്ങും കാണാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് എൻ്റെ പുറകിൽ നിന്നും ഒരു കൂട്ടക്കരച്ചിൽ ഉയർന്നു. ഞാൻ നടുങ്ങിപ്പോയി. ഉടനെ ആ ശബ്ദം എനിക്കരികിലേക്ക് വന്നു. എനിക്ക് ചുറ്റും ആരൊക്കെയോ നിലവിളിച്ചുകൊണ്ട് ഓടി നടക്കുന്നു. ആരെയും എനിക്ക് കാണാൻ കഴിയുന്നില്ല. എങ്ങും കാലച്ചോളും കരച്ചിലും മാത്രം. എവിടേക്ക് പോകണമെന്നറിയാതെ ഞാൻ നാനാഭാഗത്തേക്കും നോക്കി. വന്ന വഴി ഏതെന്ന് തിരിച്ചറിയാനാവുന്നില്ല. അല്പമകലെ മുന്നിലായി വഴി പോലെ തോന്നിച്ച ഒരു ഭാഗത്തേക്ക് ഞാൻ ഓടി. പക്ഷേ ഞാൻ എത്തിപ്പെട്ടത് മരങ്ങൾ ഇടതൂർന്നു വളർന്നു നിൽക്കുന്ന ഒരു പ്രദേശത്തായിരുന്നു. നിലാവിൽ കൂറ്റൻ മരങ്ങളുടെ നിഴൽ എനിക്ക് ചുറ്റും കരിമ്പടം പുതച്ച രാക്ഷസന്മാരെ പോലെ നീണ്ടുകിടന്നു. അവയ്ക്ക് മുന്നിൽ ദിശ തെറ്റിയ കൊച്ചുബാലനെ പോലെ ഞാൻ എവിടേക്കെന്നറിയാതെ ഓരോ ചെറിയ ശബ്ദങ്ങളെയും ഭയന്ന് ചുറ്റിലും നോക്കി നടന്നുകൊണ്ടിരുന്നു. ആ സമയം അന്തരീക്ഷത്തിൽ ചെമ്പകപ്പൂവിൻ്റെ നറുമണം വ്യാപിച്ചു. ഞാൻ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ആരോ ഏങ്ങിക്കരയുന്ന ശബ്ദം കേട്ടു. അത് അവളുടെ ശബ്ദമായിരുന്നു. ഇവിടെ എവിടെയോ അവളുണ്ട്. ആ ശബ്ദത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനായി ഞാൻ അത് കേട്ടുകൊണ്ടിരുന്നതിൻ്റെ എതിർഭാഗത്തേക്ക് ഓടി. പെട്ടെന്ന് ആരോ കാലുകൾക്ക് കൂച്ചു വിലങ്ങിട്ടതുപോലെ ഞാൻ നിന്നുപോയി. കുറച്ച് മുന്നിലായി എനിക്ക് പുറംതിരിഞ്ഞ് അവൾ നിൽക്കുന്നു. എൻ്റെ കാൽമുട്ടുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ആ സമയം അവളുടെ മുടിയിൽ ആരോ ബലമായി പിടിച്ചു വലിച്ചിട്ടെന്ന പോലെ തല മുകളിലേക്ക് മലർന്ന് മുഖം എനിക്ക് നേരെയായി. അതിഭയാനകമായിരുന്നു ആ കാഴ്ച. ഞാൻ സകല ദൈവങ്ങളെയും വിളിച്ച് തിരിഞ്ഞോടി. ആ ഓട്ടം എന്നെ കൊണ്ടെത്തിച്ചത് ചെമ്പകമരത്തിൻ്റെ ചുവട്ടിലേക്കായിരുന്നു. കുറച്ച് മുന്നിലായി ഉയരം കുറഞ്ഞ മതിൽക്കെട്ടാണ്. അതിനപ്പുറം ഞങ്ങൾ താമസിക്കുന്ന വീട്. ഓടിത്തളർന്ന ഞാൻ ചെമ്പകമരത്തിൽ കൈകൾ കുത്തി നിന്ന് കിതച്ചു. അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ മുകളിൽ മരച്ചില്ലകൾ തമ്മിൽ ഉരയുന്ന ശബ്ദം കേട്ട് ഞാൻ മുകളിലേക്ക് നോക്കി. ആ കാഴ്ച കണ്ട് ഞാൻ നടുങ്ങി വിറച്ചു. മുകളിൽ ഞാൻ അല്പം മുമ്പ് കയറി നിന്ന ചില്ലയിൽ ഒരു കയറിൽ തൂങ്ങി അനശ്വര കിടക്കുന്നു. അവളുടെ കാലുകൾ എൻ്റെ മുഖത്തെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ വായുവിൽ ആടിക്കളിച്ചു. അത് കണ്ടതും എൻ്റെ കണ്ണിലേക്ക് ഇരുട്ട് കയറി. എൻ്റെ ബോധം മറഞ്ഞു. ഞാൻ മരച്ചുവട്ടിലേക്ക് മറിഞ്ഞു വീണു. ചുറ്റിലും ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത്. മുന്നിൽ ആരോ നിൽക്കുന്നത് മങ്ങിയ കാഴ്ചയിൽ ഞാൻ കണ്ടു. ഞെട്ടിപ്പുറകോട്ട് നീങ്ങിയ എന്നെ അയാൾ തോളിൽ പിടിച്ച് ആശ്വസിപ്പിച്ചു. പതിയെ എൻ്റെ കാഴ്ച തെളിഞ്ഞു വന്നു. ഞാൻ ആശുപത്രിയിലോ മറ്റോ ആണ്. അടുത്തിരിക്കുന്ന ആളെ എനിക്ക് മനസ്സിലായില്ല. ഞാൻ പതിയെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ഞാൻ കണ്ണു തുറന്നത് കണ്ട് ഡോക്ടർ അടുത്തേക്ക് വന്ന് വേറെ കുഴപ്പമൊന്നും തോന്നുന്നില്ലെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. തിരികെ പോകാൻ അയാൾ ഒരു ടാക്സി വിളിച്ചു. ആ യാത്രക്കിടയിലാണ് അയാൾ എന്നോടത് പറഞ്ഞത്. രാവിലെ ഞങ്ങൾ താമസിക്കുന്ന പറമ്പിലെ പുല്ലുവെട്ടാൻ പണിക്കാരെയും കൂട്ടി വന്നതായിരുന്നു അയാൾ. പുല്ലുകൾ വെട്ടി മതിൽക്കെട്ടിനടുത്തെത്തിയപ്പോഴാണ് അടുത്ത പറമ്പിൽ കിടക്കുന്ന എന്നെ പണിക്കാരിൽ ഒരാൾ കാണുന്നത്. ഉടനെ അവർ എന്നെ താങ്ങിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഞാൻ യാന്ത്രികമായി അയാൾ പറയുന്നതും കേട്ടുകൊണ്ടിരുന്നു. എൻ്റെ മനസ്സ് മുഴുവൻ ദുഃഖവും ഭയവും മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊന്നും മിണ്ടാതെ വിൻഡോ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. മോൻ അവളെ കണ്ടല്ലേ? അല്പനേരത്തെ മൗനത്തിന് ശേഷം അയാൾ ചോദിച്ചു. അത് കേട്ട് ഞാൻ ഞെട്ടി അയാളെ നോക്കി. അവളൊരു പാവമായിരുന്നു. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാൻ കഴിയാത്ത പഞ്ചപാവം, അയാൾ പറഞ്ഞു. അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവാതെ ഞാൻ അയാളെ തന്നെ നോക്കിയിരുന്നു. അയാൾ അവളുടെ കഥയിലേക്ക് കടന്നു. അത് ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടിരിക്കുന്ന പ്രദേശത്ത് വേറെ 2 വീടുകൾ കൂടിയുണ്ടായിരുന്നു. അവയിലൊരെണ്ണം തൊട്ടടുത്ത് ചെമ്പകമരമുള്ള പറമ്പിലെ പൊട്ടിപ്പൊളിഞ്ഞ വീടും മറ്റേത് മുന്നിലുള്ള റോഡിലൂടെ പോയാൽ ഒരു വളവ് കാണാം. അത് കഴിഞ്ഞാൽ ചെറിയൊരു കുന്നുണ്ട്.
ആ കുന്നിൻ്റെ പിന്നിലുമായിരുന്നു. കുന്നിൻ്റെ പിന്നിലെ വീട്ടിലായിരുന്നു അവൾ താമസിച്ചിരുന്നത്, അനശ്വര. അവളും അവളുടെ അച്ഛനും അമ്മയും പിന്നെ ഒരനിയനും മാത്രമായിരുന്നു ആ കുടുംബത്തിൽ ആകെ ഉണ്ടായിരുന്നത്. മുമ്പ് മറ്റൊരിടത്ത് താമസിച്ചിരുന്ന അവർ കടബാധ്യത മൂലം ആ വീട് വിറ്റ് കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയ ഇവിടെ വന്ന് താമസമാക്കുകയായിരുന്നു. കുറേ നാൾ അവർ സന്തോഷത്തോടെ ആ വീട്ടിൽ കഴിഞ്ഞു. ആ ഇടയ്ക്കാണ് ചെമ്പകമരം നിൽക്കുന്ന പറമ്പിലെ വീട്ടിലും പുതിയ താമസക്കാർ വരുന്നത്. അവിടെ സ്ഥിരം പൂക്കൾ പൊട്ടിക്കാൻ പോകാറുണ്ടായിരുന്ന അനശ്വര ആ വീട്ടിലെ ദീപക് എന്ന പയ്യനുമായി പ്രണയത്തിലായി. ഒരു സന്ധ്യയ്ക്ക് അവൾ പതിവ് പോലെ പൂ പൊട്ടിക്കാൻ അവിടേക്ക് പോയി. അന്ന് ആ വീട്ടിൽ ദീപക്കും അവൻ്റെ സുഹൃത്തുക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരാണെങ്കിൽ മദ്യപിച്ച് ആകെ ലക്കുകെട്ട ഒരവസ്ഥയിലും. അവരിൽ ആരോ ഒരാൾ പുറത്ത് മരച്ചോട്ടിൽ നിൽക്കുകയായിരുന്ന അനശ്വരയെ കണ്ട് അവിടേക്ക് ചെന്നു. മദ്യത്തിൻ്റെ മണം തിരിച്ചറിഞ്ഞ അവൾ അവിടെ നിന്നും തിരികെ പോകാൻ ഒരുങ്ങിയതും അവൻ അവളെ കടന്നു പിടിച്ചു. അത് കണ്ട് ബാക്കിയുള്ളവരും പുറത്തേക്ക് വന്ന് അവളെ ബലമായി പിടിച്ചു വലിച്ച് വീടിനകത്തേക്ക് കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തു. അവരിൽ ദീപക്കും ഉണ്ടായിരുന്നു. ആ സംഭവത്തിന് ശേഷം 2 ദിവസം അവൾ തൻ്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയില്ല. അതുവരെ തുള്ളിച്ചാടി നടന്നിരുന്ന തങ്ങളുടെ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ അവളുടെ അച്ഛനും അമ്മയും പരിഭ്രാന്തരായി. ഒരു ദിവസം അവൾ തനിക്ക് സംഭവിച്ചത് മുഴുവൻ തൻ്റെ അമ്മയോട് തുറന്നു പറഞ്ഞു. ആകെ തകർന്നു പോയെങ്കിലും അവർ അതിനെ നിയമപരമായി തന്നെ നേരിടാൻ തീരുമാനിച്ചു. അവർക്കൊപ്പം നീതിക്ക് വേണ്ടി ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു പൗരസമിതി രൂപീകരിക്കുകയും വേണ്ട എല്ലാ പിന്തുണകളും നൽകുകയും ചെയ്തു. പക്ഷേ ദീപകിൻ്റെയും അവൻ്റെ സുഹൃത്തുക്കളുടെയും രക്ഷിതാക്കൾ സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരായിരുന്നതുകൊണ്ട് ആ കേസ് തേഞ്ഞുമാഞ്ഞുപോയി. അതോടെ കനത്ത വിഷാദത്തിലേക്ക് വഴുതി വീണ അനശ്വര ഒരു ദിവസം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അവളെ അന്വേഷിച്ചിറങ്ങിയ വീട്ടുകാർ കണ്ടത് ചെമ്പകമരത്തിൻ്റെ ചില്ലയിൽ കയറി തൂങ്ങിക്കിടക്കുന്ന അവളുടെ മൃതദേഹമായിരുന്നു. ആരെ വിശ്വസിക്കണം ആരെ അവിശ്വസിക്കണം എന്നറിയാതെ അവൾ ഈ ലോകത്തു നിന്നും വിടവാങ്ങി. തൻ്റെ മകൾ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ആ അമ്മ ഹൃദയം പൊട്ടി മരിച്ചു. ആ ദുഃഖം താങ്ങാനാവാതെ അവളുടെ അച്ഛൻ ഭക്ഷണത്തിൽ വിഷം കലർത്തി മകന് നൽകിയ ശേഷം ആത്മഹത്യ ചെയ്തു. ആ സംഭവം കേവലം ഒരു പത്രവാർത്ത മാത്രമായി ഒതുങ്ങി. ദീപക്കും കുടുംബവും അതിനുശേഷം അവിടെ നിന്നും വീട് മാറി. അവളെ ദ്രോഹിച്ചവർ ഇന്ന് എവിടെയോ സുഖമായി ജീവിക്കുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കരയുകയായിരുന്നു. കാർ വീടിൻ്റെ ഗേറ്റ് കടന്ന് ഉമ്മറത്തെത്തി നിന്നു. കാറിൽ നിന്നും ഇറങ്ങി ഒരു നിമിഷം ഞാൻ ആ ചെമ്പകമരത്തിനെ നോക്കി നിന്നു. എനിക്ക് അപകടം പറ്റിയെന്ന് ആരോ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഞങ്ങളുടെ മാനേജർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആളുടെ പരിക്കൊക്കെ ഭേദമായി തുടങ്ങിയിരുന്നു. ഇപ്പോൾ എൻ്റെ മനസ്സിലാണ് മുറിവ്. ഉള്ളം ആകെ നീറുകയാണ്. അവൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാൻ നിസ്സഹായനാണ്. ഒരു പൗരസമിതി മുഴുവൻ ശ്രമിച്ചിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത കാര്യത്തിൽ 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ എന്ത് ചെയ്യാനാണ്? ഞാൻ ജോലി നിർത്തുകയാണ് എന്ന് മാനേജറോട് പറഞ്ഞ് ഞാൻ നേരെ എൻ്റെ മുറിയിലേക്ക് പോയി. മുറിക്കകത്ത് കയറി കതകടച്ച് ഞാൻ നിയന്ത്രണം നഷ്ടപ്പെട്ട പോലെ കരഞ്ഞു. അല്പനേരത്തിന് ശേഷം ഞാൻ എൻ്റെ ബാഗും പാക്ക് ചെയ്ത് പുറത്തേക്കിറങ്ങി. പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഞാൻ ആ ചെമ്പകമരത്തിൻ്റെ ചുവട്ടിലേക്ക് ചെന്നു. പാൻറ്റിൻ്റെ പോക്കറ്റിൽ അപ്പോഴും ഉണ്ടായിരുന്ന പൊതി തുറന്ന് ഞാൻ ആ കമ്മലുകൾ കയ്യിലെടുത്തു. അതിലേക്ക് നോക്കി നിൽക്കെ എൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അതിലേക്ക് വീണു. ഞാൻ അതെടുത്ത് മരത്തിൻ്റെ ചെറിയൊരു ചില്ലയിൽ കൊളുത്തിയിട്ടു. ഇളങ്കാറ്റിൽ അവ ആടിക്കളിച്ചു. ആ സമയം എൻ്റെ മുന്നിലേക്ക് ഒരു ചെമ്പകപ്പൂ ഞെട്ടറ്റു വീണു. അത് അവളുടെ കണ്ണുനീറാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അതെടുത്ത് എൻ്റെ ഇടനെഞ്ചിൽ ചേർത്ത് വെച്ചു. പിന്നെ പതിയെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു.